നമസ്കാരം. നിരാമിത്ര ആയുർവേദ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് കരൾ അഥവാ ലിവർ. എന്നാൽ ഇന്ന് പലരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഫാറ്റി ലിവർ. അമിതമായി കൊഴുപ്പ് ചരളിൽ അടിഞ്ഞുകൂടുന്നതുവഴി കരളിന്റെ പ്രവർത്തനം മന്ദഗതിയിലാവുന്നു. പലപ്പോഴും ഇതിനെ ഒരു നിസ്സാര പ്രശ്നമായി നാം കാണാറുണ്ട്. എന്നാൽ കൃത്യസമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് ഗുരുതരമായ ആരോഗ്യപ്രശ്നങ്ങളിലേക്ക് നയിക്കാം. ആയുർവേദത്തിലൂടെ എങ്ങനെ കരളിനെ ശുദ്ധീകരിക്കാമെന്നും ഫാറ്റി ലിവർ മാറ്റിയെടുക്കാമെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ആയുർവേദത്തിൽ കരളിനെ രക്തവഹ സ്രോതസ്സിന്റെ മൂലസ്ഥാനമായാണ് കണക്കാക്കുന്നത്. പിത്തദോഷത്തിന്റെ കേന്ദ്രം കൂടിയാണിത്. നാം കഴിക്കുന്ന അമിതമായ എണ്ണമയമുള്ള ഭക്ഷണങ്ങളും കൃത്രിമ മധുരവും കരളിലെ അഗ്നിയെ കെടുത്തുകയും കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാവുകയും ചെയ്യുന്നു. പ്രധാന കാരണങ്ങൾ: വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം, വ്യായാമമില്ലായ്മയും അമിതഭാരവും, മദ്യപാനം, അമിതമായ പഞ്ചസാരയുടെയും കാർബോഹൈഡ്രേറ്റിന്റെയും ഉപയോഗം. കരളിനെ സംരക്ഷിക്കാൻ നിരാമിത്ര നിർദ്ദേശിക്കുന്ന ലളിതമായ ചില ആയുർവേദ വഴികളിതാ. കീഴാർ നെല്ലി. കരൾ രോഗങ്ങൾക്ക് ആയുർവേദത്തിലെ ഏറ്റവും മികച്ച മരുന്നാണിത്. കീഴാർ നെല്ലി അരച്ച് പാലിലോ വെള്ളത്തിലോ ചേർത്ത് കഴിക്കുന്നത് കരളിനെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കും. മഞ്ഞളും നാരങ്ങാനീരും. ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ അല്പം മഞ്ഞൾപ്പൊടിയും പകുതി നാരങ്ങയുടെ നീരും ചേർത്ത് രാവിലെ കുടിക്കുന്നത് കരളിലെ വിഷാംശങ്ങൾ പുറന്തള്ളാൻ സഹായിക്കും. നെല്ലിക്ക. നെല്ലിക്കയിലുള്ള വിറ്റാമിൻ സി കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. ദിവസവും ഒരു നെല്ലിക്ക കഴിക്കുന്നത് ശീലമാക്കുക. കൈപ്പയ്ക്ക. കൈപ്പയ്ക്ക ജ്യൂസ് കുടിക്കുന്നത് കരളിലെ കൊഴുപ്പ് നീക്കം ചെയ്യാൻ വളരെ ഫലപ്രദമാണ്. ഭക്ഷണത്തിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചക്കറികൾ എന്നിവ കൂടുതൽ ഉൾപ്പെടുത്തുക. മൈദയും ചുവന്ന ഇറച്ചിയും പരമാവധി ഒഴിവാക്കുക. ചിട്ടയായ ഭക്ഷണവും വ്യായാമവുമുണ്ടെങ്കിൽ ഫാറ്റി ലിവറിനെ നമുക്ക് എളുപ്പത്തിൽ മറികടക്കാം. ശ്രദ്ധിക്കുക, ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അറിവിനായി മാത്രമുള്ളതാണ്. ഫാറ്റി ലിവർ ഗ്രേഡ് 2 അല്ലെങ്കിൽ അതിനു മുകളിലുള്ളവർ തീർച്ചയായും ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് കൃത്യമായ ചികിത്സ തേടേണ്ടതാണ്. ഗർഭിണികളും മറ്റു മരുന്നുകൾ കഴിക്കുന്നവരും വിദഗ്ധ ഉപദേശം തേടുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി നിരാമിത്ര സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.